അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മാഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا മുഹമ്മദ്. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ അവസാനത്തിലാണ് നാം ഉള്ളത്. നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ മാസത്തിലും ഷഅബാനിലും പരിശുദ്ധ റമദാനിലുമൊക്കെ വലിയ ബറക്കത്തും തൗഫീഖും നൽകട്ടെ. 2024 മിഅ്റാജ് രാവ് നാട്ടിലും വിദേശങ്ങളിലുമൊക്കെ ഫെബ്രുവരി മാസം 7 ബുധനാഴ്ച രാത്രിയാണ്, അഥവാ നാളെ വ്യാഴാഴ്ച രാവ്, വ്യാഴാഴ്ച പകലാണ് നോമ്പെടുക്കേണ്ടത്. നാളെ ബുധനാഴ്ച രാത്രി അത്താഴം കഴിച്ച് നിയ്യത്ത് വെച്ച് വ്യാഴാഴ്ച പകലാണ് നോമ്പെടുക്കേണ്ടത്. ഈ മാസം കടന്നു വരുമ്പോൾ മുസ്ലിമീങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ സംഭവമാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങളെ ആദരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയ ഇസ്റാഉം മിഅ്റാജും. നമ്മുടെ നേതാവും എല്ലാ അർത്ഥത്തിലും നമ്മുടെ റോൾ മോഡലുമായ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾക്ക് സുപ്രധാനമായ നിരവധി അത്ഭുതങ്ങൾ കാണാനും അറിയാനും സാധിച്ച മനുഷ്യ ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്തൊരു യാത്രയായിരുന്നു ഇസ്റാഉം മിഅ്റാജും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ആദരവിൻ്റെ ദിനം. അള്ളാഹു തന്നെ അത് പറയുന്നത് കാണാം. സൂറത്തു ഇസ്റാഇൻ്റെ തുടക്കത്തിൽ തന്നെ ലിനുരിയഹു മിൻ ആയാതിന. മാഷാ അല്ലാഹ്, എന്തിനാ നാം ഇങ്ങനെ ഒരു യാത്ര നടത്തിയത്? ലിനുരിയഹു, എൻ്റെ ഹബീബ്, എൻ്റെ അടിമക്ക് ഞാൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടി, മിൻ ആയാതിന, നമ്മുടെ അത്ഭുത ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് ചിലത്. എന്താ എത്ര വലിയ ഭാഗ്യമാണത്! സൂറത്തു നജ്മ് ആണ് മറ്റൊരു സൂറത്ത് ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പരാമർശിച്ച. അവിടെ കാണാം, ലഖദ് റആ മിൻ ആയാതി റബ്ബിഹിൽ കുബ്റാ, തൻ്റെ നാഥനായ അല്ലാഹുവിൻ്റെ ചില അത്ഭുത ദൃഷ്ടാന്തങ്ങൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണുക തന്നെ ചെയ്തിട്ടുണ്ട്. വല്ലാത്തൊരു യാത്ര. വാനലോക യാത്രയോ ഇതര ഗോളയാത്രകളോ ചിന്തിക്കാൻ പോലും ശാസ്ത്രമില്ലാത്തൊരു കാലത്ത് നമ്മുടെ ഹബീബിന് കിട്ടിയ അപൂർവ നേട്ടം എന്തുകൊണ്ടും അവിടുത്തെ ഉമ്മത്തിന് സന്തോഷിക്കാനും അഭിമാനിക്കാനും വക നൽകുന്നതാണ്. അതിന് ശുക്ർ കൂടിയാണ് മിഅ്റാജ് നോമ്പും അന്ന് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലുമെല്ലാം. അന്ന് ഹബീബിന് കിട്ടിയ നേട്ടമോ ജ്ഞാനങ്ങളോ ആദരവോ ഒരു മനുഷ്യന് വർണ്ണിച്ചു തീർക്കാൻ പറ്റാത്തത്ര വലുതാണ്. അവിടുന്ന് സിദ്റത്തുൽ മുൻതഹിയിലെത്തിയപ്പോൾ പറഞ്ഞ അത്യപൂർവ വചനം മഹാനായ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫലമ്മാ ഗശിയഹാ മിൻ അംരില്ലാഹി മാ ഗശിയ തഗയ്യറത്. മാഷാ അല്ലാഹ്, സിദ്റത്തുൽ മുൻതഹിയിലേക്ക് അള്ളാഹുവിൻ്റെ പ്രത്യേക നൂറ്, അവൻ്റെ പ്രത്യേക പ്രകാശം വന്നപ്പോൾ അതാകപ്പാടെ മാറി. അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹു നൽകിയ ആദരവാണ്. തഗയ്യറത്, അത് വല്ലാതെ മാറി. ഹബീബ് പറയാണ്, ഫമാ അഹദും മിൻ ഖൽഖില്ലാഹ്, ഫമാ അഹദും മിൻ ഖൽഖില്ലാഹ് യസ്തതിഉ അൻ യൻഅതഹാ മിൻ ഹുസ്നിഹാ. ഞാൻ കണ്ട സിദ്റത്തുൽ മുൻതഹ, അതിൻ്റെ ചൊറുക്ക്, അതിൻ്റെ ഭംഗി, അതിൻ്റെ ആ വല്ലാത്ത മനോഹരിത പടപ്പുകളായ ഒരാൾക്കും വർണ്ണിച്ചു തീർക്കാനേ സാധ്യമല്ല എന്ന്. മാഷാ അല്ലാഹ്, എന്തായിരിക്കും അത്? എന്തായിരിക്കും ആ കണ്ടത്? ഫമാ അഹദും മിൻ ഖൽഖില്ലാഹി യസ്തതിഉ അൻ യൻഅതഹാ മിൻ ഹുസ്നിഹാ.
ആ ഹബീബിനെയാണ് നാം ആദരിക്കേണ്ടത്, ആ ഹബീബിനെയാണ് നാം ഓർക്കേണ്ടത്. ആ ഹബീബിന് കിട്ടിയ ഈ വലിയ നിഅമത്തിൽ നാം സന്തോഷവും ശുക്രും രേഖപ്പെടുത്തണം. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആലിഹി വസല്ലമ തങ്ങൾക്ക് കിട്ടിയ ഈ നേട്ടം, അതുപോലെ പരിശുദ്ധ നിസ്കാരമടക്കം സ്വർഗ നരക കാഴ്ചകളടക്കം അന്ന് ഉമ്മത്തിന് കിട്ടിയ നേട്ടങ്ങളും അതിവിശാലമാണ്. എന്താണ് സ്വർഗം, എന്താണ് അതിൻ്റെ വിഭവങ്ങൾ, ഇതൊക്കെ ഉമ്മത്തിന് പറഞ്ഞു തരാൻ കഴിഞ്ഞത് ആ യാത്രയിലൂടെയല്ലേ. ഇതെല്ലാം നടന്നത് പരിശുദ്ധ റജബ് മാസം 27 വ്യാഴാഴ്ചയിലെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിലാണ്. ഈ അത്ഭുതങ്ങളെയൊക്കെ അറിയിക്കാനാണ് ഇസ്രാ സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സുബ്ഹാന കൊണ്ട് തുടങ്ങിയത്. സുബ്ഹാനല്ലാ എന്ന് പറയൽ അത്ഭുതങ്ങളും ആശ്ചര്യങ്ങളും ഉണ്ടാവുമ്പോഴല്ലേ. അതോടൊപ്പം ആ നിഅമത്ത് കിട്ടിയതിന് അള്ളാഹുവിനെ വാഴ്ത്താൻ നാം കടപ്പെട്ടവരാണ് എന്നും ആ സുബ്ഹാനല്ലയിലുണ്ട്. നാം സുബ്ഹാനല്ല പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇനി ഈ സൂറത്തിനെ അള്ളാഹു അവസാനിപ്പിക്കുന്നതോ അതും ഹംദും തക്ബീറും കൊണ്ടാണ്. വഖുൽ, അള്ളാഹിൻ്റെ ഹബീബെ നിങ്ങൾ പറയണം. സൂറത്ത് ഇസ്രാഇനെ അള്ളാഹു അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നമ്മോട് പറയാൻ വേണ്ടി നമുക്കൊരു വലിയ മെസ്സേജ് തന്നുകൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ ഇസ്രാഇനെ അവസാനിപ്പിക്കുന്നത്. അതെന്താ? കുൽ, അങ്ങ് പറഞ്ഞു കൊടുക്കണം, പറയണം, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയണം. മുസ്ലിമീങ്ങൾ, പ്രത്യേകിച്ച് മലയാളികളായ നാം മറന്നുപോകുന്ന ഒരു ദിക്റാണ് അൽഹംദുലില്ലാ എന്നത്. എന്ത് ചോദിച്ചാലും നമുക്ക് അൽഹംദുലില്ലാ പറയാൻ കഴിയുന്നില്ല. അങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, തരക്കേടില്ല എന്നൊക്കെ പറയുക എന്നല്ലാതെ റബ്ബിൻ്റെ നിഅമത്തുകളെ ശുക്ർ ചെയ്യാൻ മറന്നുപോയവരാണ് നമ്മൾ. അവ നമ്മളോടാണ് അള്ളാഹു പറയുന്നത്, വഖുൽ അൽഹംദുലില്ലാ എന്ന് നിങ്ങൾ പറയണം. അല്ലദീ ലം യത്തഖിദ് വലദ, എന്താ അവൻ സന്താനത്തെ സ്വീകരിച്ചിട്ടില്ല, അവന് സന്താനങ്ങളില്ല. വലം യകുല്ലഹു ശരീകും ഫിൽ മിൽക്കി, അവൻ്റെ അധികാര ലോകത്ത് ഒരാളും പങ്കുകാരില്ല. ആരുടെയെങ്കിലും സഹായം വേണം ഈ ലോകത്തിന്, വേണ്ട, ഒരു പങ്കുകാരനും അവനില്ല. വലം യകുല്ലഹു വലിയ്യും മിനദ്ദുല്ലി, നിസ്സഹായതയുടെ പേരിൽ ഒരു സഹായി ആവശ്യമില്ലാത്തവനാണവൻ. അങ്ങനത്തെ ഒന്ന് തന്നെ അള്ളാഹുവിന് ഇല്ല തന്നെ. ഒരു നിസ്സഹായത ഉണ്ടെങ്കിലല്ലേ സഹായിയുടെ ആവശ്യം, അതില്ല തന്നെ. പിന്നെയോ വകബ്ബിരുഹു തക്ബീറ, അണ്ട് അവസാനിപ്പിക്കുന്നത് എങ്ങനെ? തക്ബീർ കൊണ്ടാണ്. അവൻ്റെ മഹത്വത്തെ അങ്ങ് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ പരിശുദ്ധ ഇസ്രാ മിഅ്റാജ് എന്ന് പറയുന്നത് പ്രധാനമായും 3 അടിസ്ഥാന കാര്യങ്ങളിലാണ് നിലനിൽക്കുന്നതെന്ന് കാണാം. ഒന്നെന്താണ്? തസ്ബീഹാണ്. രണ്ടാമത്തത് ഹംദാണ്. മൂന്നാമത്തത് തക്ബീറാണ്. ഇത് തന്നെയല്ലേ നിസ്കാരത്തിലുമുള്ളത്. പരിശുദ്ധമായ ആ മിഅ്റാജിൻ്റെ രാത്രിയിൽ ഉമ്മത്തിന് സമ്മാനമായി കിട്ടിയ നിസ്കാരത്തിലും അത് തന്നെയാണ്. മഹാനായ ഇതേ തസ്ബീഹും ഹംദും തക്ബീറുമാണ് മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതേ ദിവസം, അഥവാ റജബ് 25 ഇതുപോലുള്ള ഒരു ഒരു വ്യാഴാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് നൽകിയ മറ്റൊരു സമ്മാനം. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ഖാല യാ മുഹമ്മദ്, മോനെ മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്ഥാനം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവിടുന്ന് പറയുകയാണ്, അക്രി ഉമ്മത്തക മിന്നി അസ്സലാം. മുഹമ്മദ് നബിയെ, നിങ്ങൾ നിങ്ങളുടെ ഉമ്മത്തിന് എൻ്റെ ഒരു സലാം പറയണം. നമ്മളൊക്കെ മടക്കണം ആ സലാം നമ്മളൊക്കെ മടക്കണം. അക്രി മിന്നി ഉമ്മത്തക മിന്നി അസ്സലാം. എന്നിട്ട് അഖ്ബിരുഹും അന്നൽ ജന്നത്ത ത്വയ്യിബത്ത തുർബ, സ്വർഗം നല്ല മണ്ണാണ്, എന്ത് നട്ട് വളർത്തിയാലും വളരുന്ന മണ്ണാണ്. അദ്ബത്തുൽ മാ, നല്ല വെള്ളമാണ് ആ മണ്ണിലുള്ളത്. വഅന്നഹാ ഖിആനുൻ, എന്ത് കൃഷി ചെയ്താലും തഴച്ചു വളരുന്ന സ്ഥലമാണത്. എന്നാലോ വഅന്ന ഗിറാസഹ, അതിൻ്റെ ചെടി എന്താ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. നോക്കൂ നിങ്ങൾ, നമ്മെ സ്നേഹിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയൊക്കെ കണ്ട ആ പരിശുദ്ധ കഅബാലയത്തെ പണിത
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു റസൂൽ ഇസ്രാ മിഅ്റാജിൽ കാണുന്നത് എങ്ങനെ? ബൈത്തുൽ മഅമൂറിൽ ഇങ്ങനെ ചാരിയിരിക്കുന്നത്. അതൊന്ന് ഇമേജിൻ ചെയ്ത് നോക്കൂ. ബൈത്തുൽ മഅമൂർ എന്ന് പറയുന്നത് മലായിക്കത്ത് കഅബയുടെ നേരെ മുകളിൽ വാനലോകത്ത് അള്ളാഹുവിനെ തവാഫ് ചെയ്തും ഇബാദത്ത് ചെയ്തും തസ്ബീഹ് ചൊല്ലിയും ഒക്കെ കൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഗേഹമാണ് ബൈത്തുൽ മഅമൂർ. അവിടെ നിന്നൊരു കല്ല് താഴോട്ട് വീണാൽ കഅബൻ്റെ മുകളിലേക്ക് വീഴുമെന്നാണ്. അത്രയും നേരെയാണതുള്ളത്. അവിടെയാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ചാരിയിരിക്കുന്നതായി അള്ളാഹുവിൻ്റെ റസൂൽ കണ്ടത്. എല്ലാ അർത്ഥത്തിലും അവിടെ ചാരിയിരിക്കാൻ അർഹതപ്പെട്ടവരാണല്ലോ അവിടെ നിന്നല്ലേ വിശുദ്ധ കഅബാലയത്തെ പണിതത്. ആ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയാണ് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ ഉമ്മത്തിനോട് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ എന്ന ആ ദിക്റിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനും സലാമടക്കാം. എൻ്റെ കൂടെ നിങ്ങളൊക്കെ ചെല്ലുക. അലാ സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ വ അലാ സയ്യിദിന ഇബ്രാഹിമ അഫ്ളലുസ് സ്വലാത്തി വസ്സലാം. ആ ദിക്റും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ഈ ദിവസം റജബ് 27 അത് കിട്ടിയത്. അതും വ്യാഴാഴ്ച ആണ് ഈ റജബ് 27 അന്നുണ്ടായത്. ഇന്ന് നമുക്കും റജബ് 27 പകൽ വ്യാഴാഴ്ചയാണ് ഈ വർഷത്തിലുള്ളത്. അതുകൊണ്ട് ഈ ദിക്ർ വല്ലാതെ നമ്മൾ വർദ്ധിപ്പിക്കുക. ഇതിൻ്റെയൊക്കെ ആത്മീയ വശം എന്താണ്? മുഅ്മിനീങ്ങളായ നമ്മിൽ നിന്നുണ്ടാവേണ്ട പ്രധാന 4 കാര്യങ്ങളാണ് ഈ 4 ഈ പറയപ്പെട്ട. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ എല്ലാ ദുർഗുണങ്ങളിൽ നിന്നും പരിശുദ്ധനാക്കുക. അള്ളാഹുവിൻ്റെ പരിശുദ്ധി അങ്ങേയറ്റമാണ്. പരിശുദ്ധമായതല്ലാത്ത ഒന്നും അവനോട് ചേർത്തി പറയാൻ പാടില്ല. അതാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയാണ്. പിന്നെ അള്ളാഹുവാണ് പരിപൂർണൻ, അള്ളാഹുവാണ് എല്ലാ നിഅമത്തുകളും നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാ ഖൈറുകളും നൽകുന്നവൻ, അള്ളാഹുവാണ് എല്ലാ ഷർറുകളും തടയുന്നവൻ. അതുകൊണ്ട് തന്നെ അവനെ നമ്മൾ സ്തുതിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത്. പിന്നെയോ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹു അല്ലാതെ ഒരാളും ഒരു ദൈവവുമില്ല, അവനൊരു ശരീക്കില്ല. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്നത്. എന്നാൽ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞാലോ, നാം അൽഹംദുലില്ല പറഞ്ഞാലോ, നാം തസ്ബീഹ് പറഞ്ഞാലോ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയുടെ 4000 പോലും എത്തുകയില്ല. അതുകൊണ്ടാണ് വകബ്ബിർഹു തക്ബീറ എന്ന് പറഞ്ഞ അല്ലാഹു അക്ബർ. നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞതിനേക്കാളും നാം ഹംദ് പറഞ്ഞതിനേക്കാളും നാം തസ്ബീഹ് പറഞ്ഞതിനേക്കാളും ഒക്കെ എത്രയോ മേലെയാണ് അള്ളാഹുള്ളത്. അതാണ് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ദിക്റിനെ നാം എന്ത് ചെയ്യണം? വർദ്ധിപ്പിക്കണം. ഇവയെല്ലാം അടങ്ങിയ ഒരാത്മീയ മിഅ്റാജാണ് നിസ്കാരം എന്ന ബോധം നമുക്കുണ്ടാവണം. ആ നിസ്കാരം ആ രൂപത്തിലായിരിക്കണം നാം നിർവഹിക്കേണ്ടത്. പ്രിയപ്പെട്ട എൻ്റെ മുഅ്മിനീങ്ങളെ, ഇസ്രാ മിഅ്റാജിലെ സുപ്രധാന ഇടമാണ് മസ്ജിദുൽ അഖ്സയും പരിസരവും. അവിടെ ഇന്ന് നടക്കുന്ന ഊഹിക്കാൻ പോലും പറ്റാത്ത ക്രൂരത ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തുകയും പുരുഷന്മാരെ പിടിച്ചുകൊണ്ടുപോയി വിവസ്ത്രരാക്കി ഹീനമായി പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വല്ലാത്ത സങ്കടത്തിൻ്റെ ചിത്രങ്ങളാണ് ദിവസവും പലസ്തീനിൽ നിന്ന് വരുന്നത്. ഈ വർഷത്തെ റജബിലെ യാസീനുകളും തസ്ബീഹുകളും സ്വലാത്തുകളും ഇസ്തിഗ്ഫാറുകളും മൗലിദുകളും എല്ലാം അവരുടെ മോചനത്തിന് വേണ്ടിയും അവരുടെ ശത്രുക്കളായ ജൂതരുടെ പരാജയത്തിന് വേണ്ടിയുമാവട്ടെ, പ്രത്യേകം അത് നിയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ നാം ഇതൊക്കെ ചെല്ലുക. നമ്മിൽ പലരും അവരെ മറന്നതുപോലെയാണുള്ളത്. നാം അതൊക്കെ മറന്നുപോയി നാം വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. അങ്ങനെയാവരുത്. നാളെ മഗ്‌രിബിന് മുമ്പ് തന്നെ എല്ലാ ജോലികളും തീർത്ത് രാവ് മുഴുവനും വിശുദ്ധ ഖുർആൻ പാരായണത്തിലും അതുപോലെ നമ്മുടെ യാസീൻ ഓതുന്നതിലും സൂറത്തുൽ ഫത്ഹ് ഓതുന്നതിലും അതുപോലെ നിങ്ങൾക്ക് കിട്ടുന്ന സൂറത്തുകളൊക്കെ ഓതുക. ഫാത്തിഹ സൂറത്ത് വർദ്ധിപ്പിക്കുക, ഖുൽ ഹുവല്ലാഹു സൂറത്ത് വർദ്ധിപ്പിക്കുക, ഇസ്റാ സൂറത്ത് ഓതാൻ കഴിയുമെങ്കിൽ അതോതുക. അതുപോലെ ഇസ്തിഗ്ഫാർ, കഴിവിൻ്റെ പരമാവധി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അതുപോലെ നേരത്തെ പറഞ്ഞ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ പോലുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ സ്വലാത്ത് ചെല്ലുക. ബുറുദയിലുള്ള ഇസ്രാ മിഅ്റാജിൻ്റെ അധ്യായം മൗലായെ ചൊല്ലിക്കൊണ്ട് പാടുക. അങ്ങനെ
നല്ല കാര്യങ്ങളിൽ സദക്ക ചെയ്യാൻ കഴിയുന്നവർ സദക്ക ചെയ്യുക. അങ്ങനെ നല്ല കാര്യങ്ങൾ അള്ളാഹു സുന്നത്താക്കിയ, അള്ളാഹും അവൻ്റെ റസൂലും പറഞ്ഞ നല്ല കാര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്ത് നാളത്തെ ദിവസം മനസ്സുരുകി ആത്മാർത്ഥമായി കരഞ്ഞുകൊണ്ട് പലസ്തീനിൻ്റെ മോചനത്തിന് വേണ്ടി ദുആ ചെയ്യുക. അവിടുത്തെ ഉമ്മമാരുടെയും മക്കളുടെയും ഒരു മോചനം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യുക. അവരുടെ ശത്രുക്കളായ ജൂതരുടെ ദയനീയ പരാജയത്തിന് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അള്ളാഹു